എനിക്ക് ഫാത്തിഹ പാരായണം ചെയ്യാൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിന് മുൻപ് ഇമാം റുക്കൂഇലേക്ക് പോയി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫാത്തിഹ ഓത് തീർക്കുന്നതിന് മുൻപ് ഇമാം റുക്കൂഇലേക്ക് പോയാൽ എന്തു ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇനി ഓതാൻ ബാക്കിയുള്ളത് 1-2 ആയത്തുകൾ മാത്രമാണ് എങ്കിൽ അത് വേഗതയിൽ ഓതിയതിനു ശേഷം റുക്കൂഇലേക്ക് പോവുക. എന്നാൽ ധാരാളം ഫാത്തിഹയുടെ വലിയൊരു ഭാഗം ഇനി ബാക്കിയുണ്ട്, നീ ആകെ ബിസ്മി ഓതിയിട്ടേ ഉള്ളൂ എങ്കിൽ നീ ഫാത്തിഹ പൂർത്തീകരിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല, മറിച്ച് ഇമാമിനോടൊപ്പം റുക്കൂഇൽ പോവുക. ചില ആളുകൾ ചോദിക്കുമ്പോൾ ആ റക്അത്തിലെ ഫാത്തിഹ എന്ത് ചെയ്യണം? ഉലമാക്കൾ പറഞ്ഞു, ഇമാം മഅമൂമിന്റെ ഫാത്തിഹ ഇമാം ഏറ്റെടുക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ. ഈ സന്ദർഭത്തിൽ മഅമൂമിന്റെ ഫാത്തിഹ ആരെ ഏറ്റെടുക്കും? ഇമാം ഏറ്റെടുക്കുന്നതാണ്. എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് അല്ല, അബൂബക്കറത എന്ന സഹാബി അദ്ദേഹം നിസ്കരിക്കുന്നതിന് വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുകൂഇൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മസ്ജിദിലേക്ക് കയറി വന്നത്. ഫറകഅ ഖബ്ല അൻ യസില ഇല സഫ്, സഫിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം റുകൂഅ് ചെയ്തു. ഉദാഹരണത്തിന് സഫ് എവിടെയാണെന്ന് വിചാരിക്കും. വാതിൽ തുറന്ന് കയറി നോക്കിയപ്പോൾ ഇമാം റുകൂഇലാണ്. അദ്ദേഹം ഈ സഫ് എത്തുന്നത് വരെ കാത്തു നിന്നാൽ ഇമാം റുകൂഇൽ നിന്ന് ഉയരും. അദ്ദേഹം സഫിലേക്ക് എത്തുന്നതിന് മുൻപ് റുകൂഅ് ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞത്, റുകൂഅ് ചെയ്തു, എന്നിട്ട് പിന്നെ സഫിലേക്ക് നേരെ കയറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, സാദകല്ലാഹു ഹിർസൻ, അള്ളാഹു നിനക്ക് ഈ ആവേശവും താല്പര്യവും വർദ്ധിപ്പിച്ചു തരട്ടെ. വലാ തഉദ്, നീ ഒരിക്കലും നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടതില്ല, നിസ്കാരം വീണ്ടും നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരം ശരിയാണ്. ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന് തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ അവിടുത്തോടൊപ്പം റുകൂഅ് ചെയ്തത്. അദ്ദേഹം ഫാത്തിഹ ഓതിയോ? ഇല്ല. റുകൂഅ് ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിന് ആ റക്അത്ത് ലഭിച്ചു. ഇക്കാര്യം ഇജ്മാഉള്ള കാര്യമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇദ്റാഖു റക്അത്തി ബി ഇദ്റാഖി റുകൂഅ് ഹുവ സ്വവാബു അല്ലദീ നസ്സ അലൈഹി ശാഫിഈ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വ്യക്തമായി അദ്ദേഹത്തിന്റെ വാക്കാൽ പറഞ്ഞ കാര്യമാണ്, റുകൂഅ് ലഭിച്ചാൽ ആ റക്അത്ത് ലഭിച്ചിട്ടുണ്ട്. ഇമാമിന് റുകൂഅ് ലഭിച്ചാൽ, ഇമാമിനോടൊപ്പം റുകൂഅ് ലഭിച്ചാൽ റക്അത്ത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇമാമിനോടൊപ്പം റുകൂഅ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാം റുകൂഇലാണ്, അദ്ദേഹം തല ഉയർത്തിയിട്ടില്ല. ഉയർത്തിയാൽ അതോടുകൂടി ആ റക്അത്ത് നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നതിലെ സീന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഷ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ റുകൂഅ് അവസാനിച്ചു. അതിനു മുൻപ് ഒരാൾക്ക് ഇമാമിന് റുകൂഇൽ ലഭിച്ചാൽ അവന് റക്അത്ത് ലഭിച്ചിരിക്കുന്നു. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും അവന്റെ ഫാത്തിഹ ആരുടെ അടുക്കലുണ്ട്? ഇമാമിന്റെ അരികിലാണ്. ഇമാം അവന്റെ ഫാത്തിഹ ഏറ്റെടുക്കുന്നതാണ്. ചില ആളുകൾ ചോദിച്ചു, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ റക്അത്ത് പിന്നെ അങ്ങ് നിസ്കരിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എന്തിനാണ് ആ റക്അത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്താണ് അതിലുള്ള മേന്മ? എന്തിനാണ് അങ്ങനെ റക്അത്ത് നഷ്ടപ്പെടുത്താതിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ജമാഅത്തിൽ നിസ്കരിക്കുക എന്നത് ജമാഅത്തല്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഒരു റക്അത്ത് നിനക്ക് ജമാഅത്തായി ലഭിച്ചാൽ നീ 27 റക്അത്ത് നിസ്കരിച്ചവനെ പോലെ. അതുകൊണ്ടാണ് ചില ആൾക്കാർ വിചാരിക്കും വേഗം നിസ്കാരം കഴിച്ചിട്ട് എണീച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. അവരുടെ സ്വഹാബികൾ ഒരിക്കലും ആ ഉദ്ദേശത്തിലായിരുന്നില്ല അങ്ങനെ ചെയ്തത്. മറിച്ച് ഒരു റക്അത്ത് ജമാഅത്തായി ലഭിച്ചാൽ 27 റക്അത്ത് ലഭിക്കുന്നത് പോലെയാണ്. നീ ആ റക്അത്ത് നഷ്ടപ്പെടുത്തിയാലോ? നിനക്ക് 26 റക്അത്തുകൾ അതോടുകൂടി നഷ്ടപ്പെട്ടു. ഒരൊറ്റ ചെറിയ കാര്യം കൊണ്ട് ഒരു റുകൂഅ് ഒഴിവാക്കിയാൽ 26 റക്അത്തിന്റെ പ്രതിഫലം നിനക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം ഒരാൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്.
അയാൾക്ക് നിസ്കാരത്തിൽ ഇമാം റുക്കൂഇലാണെങ്കിൽ അവൻ റുക്കൂഇൽ പോയാൽ ആ റക്അത്ത് ലഭിക്കുന്നതാണ്.